മൈനാഗപ്പള്ളി അപകടത്തിലെ പ്രതി ശ്രീകുട്ടിക്കെതിരെ വെളിപ്പെടുത്തലുമായി ഭർത്താവ് അബീഷ് രാജ് രംഗത്ത് വരുമ്പോൾ ചർച്ചയാകുന്നത് ലഹരിയുടെ അമിത സ്വാധീനം. തമിഴ്നാട് സേലത്ത് MBBS പഠനത്തിന് പോയത് മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പ്രതികൾ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടാകാമെന്നും അബീഷ് പറഞ്ഞു. അപകടമുണ്ടാകുമ്പോൾ MDMA പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസും തിരിച്ചറിയുന്നുണ്ട്. ഇതിനിടെയാണ് ലഹരിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തൽ വരുന്നത്. ശ്രീകുട്ടി വിവാഹമോചിതയല്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. ഇതിനു വേണ്ടിയുള്ള കേസ് പുരോഗമിക്കുന്നതിനിടെയാണ് അപകടക്കേസിൽ ശ്രീകുട്ടി കുടുങ്ങിയത്. 2015 ശ്രീകുട്ടിയും അബീഷ് രാജും വിവാഹിതരായത്. പിന്നീട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ശ്രീകുട്ടിയുടെ മാതാപിതാക്കൾ അവരെ വിളിച്ചു കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് ഭർത്താവിൻ്റെ വെളിപ്പെടുത്തൽ. 2015-16 കാലഘട്ടത്തിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത്. പിന്നീടാണ് MBBS പഠനത്തിന് പോയത്. വിവാഹമോചനത്തിനുള്ള കേസ് ഇപ്പോഴും നെയ്യാറ്റിൻകര കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതിനിടെ ശ്രീകുട്ടിയുടെ MBBS യോഗ്യതയും പോലീസ് അന്വേഷണത്തിലാണ്. ഭർത്താവുമായി അകന്ന ശേഷമാണ് ശ്രീകുട്ടി പഠനം പൂർത്തിയാക്കിയതെന്നും സൂചനകളുണ്ട്. ശ്രീകുട്ടി ഒരു പഞ്ചപാവം കുട്ടിയായിരുന്നുവെന്നും ഭർത്താവ് പറയുന്നു. അജ്മൽ ഉൾപ്പെടെയുള്ളവരുടെ ഗ്യാങ്ങുമായി അടുപ്പത്തിലായതിനു ശേഷമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയതെന്നും അബീഷ് പറയുന്നു. 1 വർഷം മുൻപ് വരെ ശ്രീകുട്ടിക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഇല്ലെന്ന് മനസ്സിലായപ്പോഴാണ് അത് അവസാനിപ്പിച്ചതെന്നും ഭർത്താവ് കൂട്ടിച്ചേർത്തു. അജ്മലുമായുള്ള കോണ്ടാക്റ്റാണ് താനുമായി മൊത്തത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണം. അജ്മലുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തിന് കാരണം അവരുടെ മാതാപിതാക്കളാണെന്നും അബീഷ് പറയുന്നു. അബീഷ് രാജുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ലെന്നും വെളിപ്പെടുത്തി ശ്രീകുട്ടിയുടെ അമ്മ സുരഭിയും രംഗത്തെത്തി. ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻ ഭർത്താവാണെന്നും അജ്മൽ എന്ന ക്രിമിനലുമായി ചേർന്ന് മകളെ കുടുക്കിയതാണെന്നും സുരഭി വ്യക്തമാക്കി. ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ ജ്യൂസിൽ മദ്യം കലർത്തി നൽകിയത് ആയിരിക്കാമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നും സുരഭി പറഞ്ഞു. ഇതിനു വിരുദ്ധമായ മൊഴിയാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത. അതിനിടെ കേസിലെ പ്രതികളായ മുഹമ്മദ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചു. ശ്രീകുട്ടിയുടെ വാടക വീട്ടിലും ഇവർ ഒരുമിച്ച് തങ്ങാറുള്ള ഹോട്ടൽ മുറിയിലും നടത്തിയ പരിശോധനയിൽ ഇവ കണ്ടെത്തി. ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി R. നവീൻ നാളെ വൈകിട്ട് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവം അപകടമരണം മാത്രമാണെന്നും ജനങ്ങൾ ആക്രമിക്കുമെന്ന് ഭയന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നും മുഹമ്മദ് അജ്മലിൻ്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും അഭിഭാഷകർ വാദിച്ചു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടി എങ്ങനെ കുറ്റക്കാരിയാകുമെന്ന വാദം അവരുടെ അഭിഭാഷകൻ ഉന്നയിച്ചു. എന്നാൽ ബോധപൂർവമായ നരഹത്യയാണ് നടന്നതെന്നും പ്രതികൾ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അനിവാര്യമാണെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷിഖ പറഞ്ഞു. ശാസ്താംകോട്ട പോലീസ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത്. പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും പ്രതികൾ MDMA ഉപയോഗിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടെയാണ് കോടതി പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. തിരുവോണ ദിവസം വൈകിട്ട് 5:47 മുഹമ്മദ് അജ്മൽ സ്കൂട്ടർ യാത്രക്കാരിയായ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.